മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കേരള ജനതയുടെ ആരോഗ്യം അനുനിമിഷം ഡോക്ടർമാരും അതുപോലെ ആശുപത്രികളുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ ശക്തമായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് ഏത് സംഭവിച്ചാലും ഡോക്ടറെ ചെന്ന് കാണുക, അങ്ങേര് അപ്പം തന്നെ മരുന്ന് എഴുതി തരും. അത് രണ്ടോ ഇയാൾ എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് പറയുന്നോ അതിന് എണ്ണി ഒരു 5-6 മരുന്ന് തരും. അതിന് ഓഫീസിൽ നിന്ന് റീഇംബേഴ്സ്മെന്റ് ഉള്ളത് കൊണ്ട് അതും ഒരു തരത്തിൽ മുതലാക്കലാണെന്ന് പറഞ്ഞ് ഈ വിഷജന്യമായ ഈ മരുന്നുകൾ കഴിക്കുന്ന ഒരവസ്ഥ. ശരിക്ക് നമ്മളുടെ ശരീരത്തിന് 10-75% രോഗങ്ങളെ തന്നെത്താനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ല. മോഡേൺ ഡോക്ടർമാര് ഹോമിയോപ്പതിയെ അതിശക്തമായിട്ട് എതിർക്കുന്നത് അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടല്ല. ഇവരെ എങ്ങനെയോ പഠിപ്പിച്ചിരിക്കുന്നു, ഈ വിഷം കൊടുത്തും ഓപ്പറേഷൻ ചെയ്തും രോഗം മാറ്റിയാൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ശാന്തമായിട്ട് 10-20 രൂപയുടെ മരുന്ന് കൊണ്ട് രോഗം മാറിയാൽ ഈ 39 മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന ഡോക്ടർമാർക്ക് പിന്നെ സർവൈവൽ എങ്ങനെയാ സാധിക്കുക? വെറ്റിനറി സയൻസ് പഠിച്ചാൽ എല്ലാ മൃഗത്തിനെയും ചികിത്സിക്കാം. MBBS-ഉം MD-യും പഠിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ന മൃഗത്തെ മാത്രമേ ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് ചികിത്സിക്കാൻ പാകത്തിനുള്ള രോഗികൾ വേണ്ടേ? ആ രോഗികളെ ഉണ്ടാക്കലും കൂടി ഇവരുടെ ജോലിയുടെ ഭാഗമാണ്, അറിഞ്ഞോ അറിയാതെയോ. പക്ഷേ 2 കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. ചെറിയ ചുമ, വയറുവേദന, ചെസ്റ്റ് പെയിൻ ഇങ്ങനെയുള്ളതെല്ലാം വരുമ്പോൾ കുറേ അധികം ഒന്ന് ടോളറേഷൻ വെച്ച് ഒരു 2-3-4 ദിവസം വരെ ഒന്ന് നോർമലായിട്ട് വർക്ക് ചെയ്ത് നോക്കുക. അത് തന്നെ മാറിയില്ലെങ്കിൽ മാത്രം ഡോക്ടറുടെ അടുത്തേക്ക് പോവാം. അല്ലെങ്കിൽ നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തിയിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, മരുന്ന് കഴിക്കണമോ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുക. അതല്ലെങ്കിൽ ഡോക്ടറെ കാണുക. അങ്ങനെ മരുന്ന് എഴുതി തരുമ്പോ അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇത് കുറയുന്നുണ്ടോ എന്നറിയും. പിന്നെ നിർബന്ധമായി സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ ഹെൽത്ത് ഡ്രിങ്ക്സും ഈ പെപ്സിയും കൊക്കക്കോളയും ബൂസ്റ്റും ഇതൊന്നും ആവശ്യമില്ലാതെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാം. നിർബന്ധമായിട്ടും ഒഫീഷ്യലായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഈ കസേരയിലിരുന്ന് മാത്രം ജോലി ചെയ്യുന്നവര് ഒരു ഓഫീസിനകത്തോ വീട്ടിനകത്തോ ബസ് സ്റ്റാൻഡിലേക്ക് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ കഴിയുമെങ്കിൽ ഒരു 2.5-3 കിലോമീറ്റർ എങ്കിലും നടക്കുക. എന്നിട്ട് ശരീരത്തിന് രോഗം ഉണ്ടെന്നുള്ള ധാരണ മാറ്റുക. ഓരോ പ്രാവശ്യവും ചെറിയ രോഗങ്ങൾ വരുമ്പോൾ അത് മരുന്നില്ലാതെ ഭേദമായാൽ അത്രയും റെസിസ്റ്റൻസ് ശരീരത്തിൽ കൂടുകയാണ്. ശരീരത്തിന് നല്ല റെസിസ്റ്റൻസ് വന്നാൽ പിന്നീട് രോഗം വരില്ല. ഇനി അഥവാ ചെറിയ രോഗം വരേണ്ടത് ആവശ്യമാണ്. അത് ശരീരത്തിന്റെ റെസിസ്റ്റൻസ്, ഇമ്മ്യൂണിറ്റി കൂട്ടാനാണ്. അപ്പോ നമ്മൾ ഈ വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോ 3-4 ഓപ്ഷൻ ഉള്ളത് ആയുർവേദ മരുന്ന് കഴിച്ചാൽ നല്ലതാണ്. അങ്ങനെയൊന്നും നോക്കണ്ട. പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ആയുർവേദ മരുന്നുകൾക്ക് ഇല്ല. പിന്നെ ഹോമിയോപ്പതി മരുന്ന് കുറേയൊക്കെ നല്ലതാണ്, കാരണം സൈഡ് ഇഫക്റ്റ് വലുതായിട്ട് അതിനില്ല. അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്. 1-2-3 തുള്ളികളൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഹോമിയോ മരുന്നുകൾ തന്നെ സ്വിറ്റ്സർലൻഡിലും ജർമ്മനിയിലും ഉണ്ടാക്കുന്നത് കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും അത് ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, കുറെ കൂടി എഫക്റ്റീവാണ് മറ്റുള്ളത്. അപ്പൊ നമ്മൾ നിരന്തരം ഒരു എക്സർസൈസിന് വിധേയമാകുന്ന നടക്കലോ, സാധാരണ നല്ല ഭക്ഷണം, ഈ ഇറച്ചിയും മറ്റുള്ളതെല്ലാം പൊരിച്ചും വറുത്തും ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് കഴിയുന്നത്രയും ചുരുക്കിയിട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ
ഈ മരുന്ന് കഴിക്കുന്നത് എത്രത്തോളം ഒഴിവാക്കാൻ സാധിക്കോ അത്രയും മോഡേൺ മെഡിസിൻ കഴിക്കുന്നത് ഒഴിവാക്കാം. കാരണം അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ കുടുംബത്തിൽ പോലും ഞാൻ കണ്ടത് എത്ര ടെസ്റ്റുകൾ നടത്തി ആ കൊടുത്ത മരുന്ന് മാത്രമായിരുന്നു എൻ്റെ കുടുംബത്തിലുള്ളവരുടെ പ്രോബ്ലത്തിന് കാരണം എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. അപ്പോൾ ആ മരുന്നാണ് രോഗത്തേക്കാൾ മനുഷ്യനെ കൊല്ലുന്നത്. കഴിക്കണ്ട എന്നല്ല, അത്യാവശ്യമാണെങ്കിൽ കഴിച്ചേ മതിയാവും. അത് മിനിമമായിട്ട് കഴിക്കാം. ആവശ്യമില്ലാത്ത മരുന്നുകൾ എഴുതി തരരുതെന്ന് ഡോക്ടറോട് ഒന്ന് അഭ്യർത്ഥിക്കാം. ഒരുപക്ഷെ അദ്ദേഹം പറയുമായിരിക്കും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്ന്. എന്നാലും പറയാനുള്ളത് പറയാം. ചെറിയ ചെറിയ തലവേദനകൾ, പനി, വയറിളക്കം ഇതൊക്കെ തന്നെത്താനെ മാറാവുന്നതാണ്. അതിനുവേണ്ടി കഴിക്കുന്ന മരുന്നുകളാണ് പലപ്പോഴും വേറെ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഞാൻ ഈ വിവരണം നിങ്ങൾക്ക് നൽകുന്നത്. ഒരു ആത്മീയ പ്രഭാഷണത്തിന്റെ രീതിയിലല്ല. ഇത് നമ്മളുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ. കുറച്ച് നടക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുക, മദ്യം ഒഴിവാക്കാം. അതേപോലെ തന്നെ ശരീരത്തിന് റെസിസ്റ്റൻസ് തന്നെത്താനെ ഉണ്ടാക്കാൻ പാകത്തിന് അവസരം നൽകുക. ചെറിയൊരു അസുഖം വന്നാൽ ഉടനെ ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചെന്ന് കണ്ട് തോന്നിയ മരുന്നുകൾ കഴിക്കാതിരിക്കാം. ഒരു 4-5 ദിവസം കഴിഞ്ഞ് എന്തായാലും മരിച്ചൊന്നും പോവില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഡോക്ടറെ കാണിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അഥവാ ഡോക്ടറെ കണ്ടേ മതിയാവൂ എങ്കിൽ അങ്ങേര് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങേര് തരുന്ന മരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വാങ്ങിക്കാം. ഇങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡോക്ടർമാരെപ്പോഴും പറയും ഞങ്ങൾ മരുന്ന് തരുന്നത് കഴിച്ചില്ല പിന്നെ എങ്ങനെ അസുഖം ഭേദമാവുക. അതൊക്കെ അവരും ഇപ്പോൾ ഒരു ബിസിനസ് ലോകത്തിലാണ്. അവരും പണ്ടത്തെ മാതിരിയുള്ള ഒരു എത്തിക്സും ഒരു ഡോക്ടർക്കും ഇല്ല. ഒരു എത്തിക്സും ഒരു ഡോക്ടർക്കും ഇല്ല. ഒരു ഡോക്ടർക്കും ഇല്ല എന്നുള്ളത് കൊണ്ട് ആരും എത്തിക്സ് ഇല്ലാത്തവർ ആണ് എന്നല്ല പറഞ്ഞത്. കുറച്ച് പേര് കാണുമായിരിക്കാം. അല്ലാത്തവരുടെ കാര്യം ഞാൻ പറയും. അവർക്കും സർവൈവലാണ്. 10, 30, 40 ലക്ഷം രൂപ അവരെ ഒരു വർഷത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിങ്ങനെയല്ലേ ഉണ്ടാക്കുന്നത്? കമ്മീഷനായിട്ടും ഒരു സർജറിയുടെ കമ്മീഷനായിട്ടും മരുന്നിന്റെ കമ്മീഷനായിട്ടും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഇതെല്ലാം നമ്മൾ അറിയണം. അധാർമികതയും അസത്യവും അനീതിയും അന്യായവും സമൂഹത്തിൽ എല്ലായിടത്തും പടരുമ്പോൾ അമ്പലത്തിലെ പൂജാരിയിലും പള്ളിയിലെ അച്ഛനിലും ജ്യോതിഷനിലും വാസ്തുവിദ്യാകാരനിലും ഡോക്ടറിലും ഏത് തരത്തിലുള്ള വേദപണ്ഡിതനിലും ഏത് തരത്തിലുള്ള മെത്രാനിലും ബിഷപ്പിലും മൗലവിയിലും ഈ അധർമ്മവും അനീതിയും അന്യായവും ഉണ്ടാവും. കാരണം അവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഡോക്ടറിലും ഇന്നെവിറ്റബിളി അതുണ്ടാവുമെന്ന് ഓർമ്മിക്കുകയും കൂടി ചെയ്യുക. പ്രണാമം, നമസ്കാരം.